ഹലോ ഗായ്സ്, വെൽക്കം ടു ഉച്ചിഹ അണ്ടർസ്കോർ എഡിറ്റിൻ്റെ പുതിയ വീഡിയോ. എല്ലാവർക്കും ഗായ്സ്, അങ്ങനെ നമ്മൾ വണ്ടി റിപ്പയർ ചെയ്തു. ജസ്റ്റ് ഒന്ന് അടിച്ചെന്നേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. ലൈറ്റ് വർക്കാണ് നമ്മൾ കെൻസോക്ക് ലൈറ്റ് വർക്കൊക്കെയാണ് ചെയ്യാനിരിക്കുന്നത്. രണ്ടു കഴിഞ്ഞ് നമ്മൾ നിർത്തിയേക്കാം. പിന്നെ വണ്ണത്തിൻ്റെ അത് ഞാൻ ഇടുന്നുണ്ട് ഗൈസ്, അടുത്ത വീഡിയോയ്ക്ക് അത് ഇടുന്നുണ്ട് ഗൈസ്. നിങ്ങൾ ഏത് ട്രിപ്പ് വേണമെന്ന് പറ, നേടാം ഗൈസ്. നമ്മൾ ചാനലിപ്പം 50 സബ്സ് ആയിക്കഴിഞ്ഞ് നമുക്ക് 100K 100 സബ്സ്ക്രൈബ്സ് എടുക്കാനുള്ളതാണ് ഗൈസ്. ഈ ടെമ്പോക്കാൻ എന്താ റേസ് വെക്കുവാണോ? ഇത് അടിപൊളി വണ്ടിയാണ്, കളിക്കല് ഗൈസ്. ഗ്രാഫിക്സൊക്കെ നമ്മൾ നമ്മളെ കഴിഞ്ഞ വീഡിയോ ഇട്ടേക്കുന്ന ഇത് എടുക്കാൻ പറ്റിയില്ല ഗൈസ്. അന്ന് ഈ വണ്ടി എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു ഗൈസ്. ഇത് സെഡോണാണ്. അത് ഞാൻ പറയാം ഗൈസ്, നിങ്ങൾക്ക് ഗസ് ചെയ്ത് ഇത് വണ്ടിയാണ്. ലെജൻഡിൻ്റെ ഒരു വണ്ടിയാണ്, നല്ല മുതലാണ്, അത്യാവശ്യം ഇതാണ്, സെറ്റ് വണ്ടിയാണ് ഗൈസ് ഇത്. ഗൈസ്, നിങ്ങൾക്കിത് മനസ്സിലായി, ചിലവർക്കിത് മനസ്സിലായി കാണും, അത് കുഴപ്പമില്ല ഗൈസ്. ഞാൻ വഴി മറന്നോ സംശയം ഇല്ല, വഴിയെന്ന് പറഞ്ഞിട്ടില്ല ഗൈസ്. വളച്ചങ്ങോട്ട് എടുക്കാം ഗൈസ്. സമ്മസി മാപ്പ് ഒന്ന് നോക്കട്ടെ ഗൈസ്. ഞാൻ ചെറുതായിട്ടൊന്ന് മാറിപ്പോയി ഗൈസ്. വണ്ടിക്ക് പക്ഷെ പണിയിട്ടേന്ന് തോന്നുന്നു. ഇല്ല, സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഞാനല്ല ഗൈസ്, വണ്ടി ഒന്ന് ഓഫായി പോണ ഗൈസ്. ഇവിടെയാണ് പിള്ളേരെ ലൊക്കേഷൻ കൊടുത്തേക്കുന്ന പിള്ളേർ നിൽക്കുന്നത്. പിള്ളേരൊക്കെ ഗൈസ്, നമ്മളിപ്പോൾ പിള്ളേരെയൊക്കെ പിക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ പിള്ളേരെ ഒന്ന് കൊണ്ട് സ്ഥലം കാണിക്കണം ഗൈസ്. നമുക്ക് വേഗം വിടാം ഗൈസ്. ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ്. ലൈറ്റ് ഷോ നമ്മൾ മാത്രം ഉള്ളതുകൊണ്ട് ഇതൊന്നും വെക്കാത്തത്. വേറെ വല്ല ടൂറിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ലൈറ്റൊക്കെ വെച്ച് പൊട്ടിത്തന്നെ. മറ്റേ ലെജൻഡിൻ്റെ മുതലാണ്. നിങ്ങൾക്ക് ചിലവർക്കിത് ഗസ് എളുപ്പം കിട്ടിക്കാണും ഗൈസ്. പിന്നെ നമ്മൾ ഈ ലൈറ്റൊക്കെ നമ്മൾ സൺ പ്രൂഫ് കണ്ടു, ബസ് എന്നൊക്കെ കൊള്ളാമല്ലോ ഗൈസ്. 2 മാസം എടുത്ത് വണ്ടി റെഡിയാക്കാനൊക്കെ 2 മാസം പിടിച്ച്. അതെന്തുവാ ഗൈസ്, ഇതെന്തോ നോക്കട്ടെ. ഇഡ്ജൻ ബൗലവാർഡ് എന്തോന്ന് എനിക്ക് മനസ്സിലായില്ല ഗൈസ്. ഇന്തോനേഷ്യൻ ആയിരിക്കും. നമ്മളിപ്പോൾ ഇന്തോനേഷ്യയിൽ കളിക്കുന്നത്, അപ്പോൾ ഇന്തോനേഷ്യൻ കാണാനിരിക്കുമല്ലോ ഗൈസ്. ഇവിടെ എന്തോ എഴുതിയിട്ടുണ്ട്, എന്ന് വെച്ച് നോക്കാം ഗൈസ്. തിരിച്ചിട്ടേക്കുമെന്ന് തോന്നുന്നു ഗൈസ്. തിരിച്ചിട്ടേക്കുക എനിക്കറിയാം, കണ്ട മനസ്സിലാവും ഗൈസ്. മിററിൽ നിന്ന് സൈക്കിൾ കാണാൻ എത്ര ഈഗോയോ നമ്മളൊന്ന് കാണിക്കുകയാണല്ലോ. ഇതിൻ്റെ വണ്ടി വിടും. നമ്മളിപ്പം ട്രാഫിക് നോ പ്രോബ്ലം. ഇത് സെറ്റ് മുതലായതുകൊണ്ട് പെട്രോൾ അടിക്കണോ വേണ്ട, നമുക്ക് പെട്രോളിൻ്റെ ആവശ്യമൊന്നുമില്ല. വണ്ടി വിട്ടേക്ക്, നമുക്ക് പെട്ടെന്ന് നമുക്ക് സ്ഥലത്തെത്തട്ടെ. കുറച്ചുകൂടെ എടുത്തിട്ട് കാണാം ഗൈസ്. ബൈ. നമ്മൾ 2 സെക്കൻഡ് ഗൈസ്. നമ്മളങ്ങനെ വേറെ സ്ഥലത്തെത്തി ഗൈസ്. നമ്മളിപ്പോൾ എച്ചി അടുത്താവാറായി. വണ്ടി ഒന്ന് പറപ്പിക്കും ഗൈസ്. ഇവിടെ ഈ വണ്ടിക്ക് ഡെൻസിറ്റി കുറവാണ് ഗൈസ്, അതുകൊണ്ടാണ് ഇച്ചിരി പാട്. ഓ ഗൈസ്, അത് കുഴപ്പം, ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ആയതേ ഉള്ളൂ. എന്നാലും വണ്ടിക്ക് നല്ല ലുക്കുണ്ട്, കുഴപ്പമില്ല. നമ്മൾ വണ്ടിക്ക് ഇറങ്ങി നോക്കി, ഈ വണ്ടിക്ക് ഡെൻസിറ്റി കുറവാണ്. ഞാൻ മറ്റേ നമ്മുടെ ബസ് കിച്ചൂസ് ഉണ്ട്, അവനോട് പറയാം, അവനെ ഓടിക്കും ഗൈസ്. ഇപ്പോൾ നമ്മുടെ കിച്ചൂസാണ് വണ്ടി ഓടിക്കുന്നത്. അവനെ കാണുന്നില്ല, എനിക്ക് നമ്മൾ ക്യാമറ തിരിക്കാൻ വെക്കത്തില്ല, തിരിച്ച് അവന് ഇഷ്ടപ്പെടത്തില്ല ഗൈസ്. അവൻ കില്ലാടി ഡ്രൈവിംഗ് ആണ് കേട്ടോ അവൻ്റെ.
എന്നെക്കാട്ട് കില്ലടിയാന്ന് തോന്നുന്നു. ഓ ഹൊമ്മസി അത്രയൊന്നും ഇല്ല, ചെറുതായിട്ട് സ്ക്രാച്ചാന്ന് തോന്നുന്നു. കറേജ് മാറും, സെറ്റ് വണ്ടിയാണ് വരുന്നത് സൈഡ്. ഗൈസ് നമ്മൾ ഏകദേശം പാർക്കിൻ്റെ ആ എൻട്രൻസിൻ്റെ ഭാഗത്തെത്തി. ആ ഇതായിരുന്നോ പാർക്ക്? ശേ, ഞാൻ വെച്ചാൽ വലിയ എന്തെങ്കിലും വലിയ പാർക്കല്ലോ, ഇതാണ് ചെറിയ പാർക്ക്. ഷോ ഗായ്സ്, നിങ്ങൾക്ക് മനസ്സിലായി ഇത് നമ്മുടെ ഡാനി ചെറുക്കനാണ്.